നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ അഭിഭാഷകനായിരുന്നു തുടക്കകാലത്ത് അഡ്വക്കേറ്റ് BA ആളൂർ. എന്നാൽ പിന്നീട് ആളൂർ പൾസർ സുനിയുടെ വക്കാലത്ത് ഒഴിയുകയാണ് ഉണ്ടായത്. പൾസർ സുനിയുടെ ആളുകൾ ദിലീപുമായി ബന്ധപ്പെട്ട് സ്വാധീനങ്ങൾക്ക് ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം വക്കാലത്ത് ഒഴിഞ്ഞത് എന്ന തരത്തിലായിരുന്നു അന്ന് വന്ന വാർത്തകൾ. എന്നാൽ പൾസർ സുനി ആരാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്ന പേര് പറയാതെയായിരുന്നു അഡ്വക്കേറ്റ് ആളൂർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി താൻ വക്കാലത്ത് ഒഴിയുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോഴിതാ അന്ന് താൻ വക്കാലത്ത് ഒഴിയാനുണ്ടായ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വീണ്ടും വിശദീകരിക്കുകയാണ് അഡ്വക്കേറ്റ് BA ആളൂർ. അഡ്വക്കേറ്റ് ആളൂർ ഈ കേസിലേക്ക് വന്നതുകൊണ്ടാണ് ദിലീപ് എന്ന് പറയുന്ന വലിയ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലുമുണ്ട്. ഒരു കേസിലെ പ്രതിയോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ അവരെ കാണാൻ പോകുകയോ ചെയ്താൽ അത് നിയമപരമായി കുറ്റമല്ല. സുഹൃത്ത് തന്നെ കാണുകയും ഒരു തുക എന്നെ ഏൽപ്പിക്കുകയും നേരിൽ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് കേസ് ഏറ്റെടുക്കണം എന്ന് പറയുന്നതും BA ആളൂർ വ്യക്തമാക്കുന്നു. കേസ് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായി കോടതിയിൽ വന്നപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ ആവർത്തിക്കുകയും ഞാൻ അഭിഭാഷകനായി വരികയും ചെയ്തു. ഞാൻ അഭിഭാഷകനായി വന്ന ശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിന് പിന്നിലുള്ള ചേതോ വികാരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയാൽ മതി. തുടക്കത്തിൽ ദിലീപിന് ജാമ്യം കിട്ടാതായപ്പോൾ വേറെ അഭിഭാഷകനെ വയ്ക്കുന്നു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു. അപ്പോഴും പൾസർ സുനിക്കെതിരായ ആരോപണങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. പൾസർ സുനിക്ക് വേണ്ടി നിരന്തരം ശ്രമിച്ചിട്ടും ജാമ്യം ലഭിക്കുന്നില്ല. പിന്നീട് വിചാരണ കൂടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വക്കീൽ എന്ന നിലയിലുള്ള ഫീസ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എനിക്ക് ഫീസ് നൽകിയില്ലെങ്കിൽ വിചാരണയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കില്ലെന്നും വ്യക്തമാക്കി. അങ്ങനെയാണ് അദ്ദേഹം വേറെ അഭിഭാഷകനെ വെക്കാം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കോടതിയിൽ നിന്ന് തന്നെ പിന്മാറിയതെന്നും ആളൂർ പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ കക്ഷിയോടല്ലാതെ വേറെ ഏതെങ്കിലും കക്ഷികളോടോ വ്യക്തികളുമായിട്ടോ സംസാരിച്ചിട്ടില്ല. പക്ഷേ ചില ആളുകൾക്ക് നമ്മുടെ അടുത്ത് വരണമെന്നും സംസാരിക്കണം എന്നുമൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ അയാളെ വിശ്വസിക്കുന്നു. വീണ്ടും കഷ്ടപ്പാടിലേക്കാണ് പോകുന്നതെങ്കിൽ അയാളെ തട്ടിമാറ്റി അടുത്ത ആളിലേക്ക് പോകും. അത് ഒരു പൊതുവായ ചിത്രമാണ്. ദിലീപിന് നാളെ ശിക്ഷ കിട്ടുകയാണെങ്കിൽ കേസ് മുന്നോട്ട് പോകാൻ വേറെ അഭിഭാഷകനെ ഏൽപ്പിക്കാം. അത് നല്ല അദ്ദേഹത്തെ വെറുതെ വിടുകയാണെങ്കിൽ നിലവിലെ അഭിഭാഷകരെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകും. ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ കേസിൽ പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രീ കോൺസ്പിറസിയും പോസ്റ്റ് കോൺസ്പിറസിയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ ദിലീപിന് ശിക്ഷ കിട്ടും എന്ന് ഉറപ്പാണ്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് പല അന്വേഷണ ഉദ്യോഗസ്ഥരും പല കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ, പ്രതിഭാഗം അതിനെ ചോദ്യം ചെയ്ത് ഇല്ലാതാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമെന്നും അഡ്വക്കേറ്റ് BA ആളൂർ പറയുകയാണ്.